US പടക്കപ്പലായ എബ്രഹാം ലിങ്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇറാൻ തീരത്ത് നങ്കൂരമിട്ടിരിക്കുകയാണ്. എബ്രഹാം ലിങ്കന് പിന്നാലെ പടക്കപ്പലുകൾ. അതിന് ബദലായി ഇറാനും തങ്ങളുടെ പടക്കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് ഉപരോധിക്കാൻ ഇറാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ സംഘർഷഭരിതമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇറാന് അറബി രാജ്യങ്ങളുടെ, ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ. ട്രംപിനെ വെട്ടിലാക്കിക്കൊണ്ട് ഖത്തറും സൗദി അറേബ്യയും UAEയും ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. തങ്ങളുടെ മണ്ണോ തങ്ങളുടെ വ്യോമപാതയോ ഇറാനെ ആക്രമിക്കാൻ അനുവദിക്കില്ല എന്ന് കർശനമായി തീരുമാനിച്ചിരിക്കുകയാണ് ഈ 3 രാജ്യങ്ങൾ. ഇതോടുകൂടി ട്രംപിൻ്റെ അടവ് നയം പാളുകയാണ്. സൗദി അറേബ്യയ്ക്ക് ട്രംപ് ആയുധങ്ങൾ നൽകി അടുത്തിടെ. പക്ഷേ സൗദി അറേബ്യ ഇറാന് അനുകൂലമായി നിലപാട് എടുത്തിരിക്കുന്നു. സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും ഇറാന്റെ ഭരണാധികാരി മസൂദ് പെസഷ്കിയാനും തമ്മിൽ നടത്തിയ ചർച്ച വിജയകരമാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. സൗദി മണ്ണോ സൗദിയുടെ വ്യോമപാതയോ അമേരിക്കയ്ക്ക് ഉപയോഗിക്കാൻ അനുവാദമില്ല. UAE സൗദിയേക്കാൾ കടുപ്പിച്ച തീരുമാനമാണ് എടുത്തത്. ഇറാനെ ആക്രമിക്കാൻ തങ്ങൾ അനുവദിക്കില്ല. ഇറാനെ ആക്രമിക്കുന്നത് തെറ്റാണ്. ഇറാനെ ആക്രമിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. മാത്രമല്ല, ഇറാനെ ആക്രമിച്ചാൽ പശ്ചിമേഷ്യ മുഴുവൻ കലാപം പടരും. അതുകൊണ്ട് ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്തിരിയണം എന്നാണ് UAE പറഞ്ഞിരിക്കുന്നത്. ഖത്തറിൻ്റെ നിലപാടും ശ്രദ്ധേയം. അമേരിക്കയുടെ അഭിമാന സൈനിക താവളമുള്ളത് ഖത്തറിലാണ്. ഖത്തറും ശക്തമായ തീരുമാനം തന്നെ എടുത്തിരിക്കുന്നു. നയതന്ത്ര ചർച്ചയിലൂടെ ഇറാനുമായുള്ള പ്രശ്നം പരിഹരിക്കണം എന്നാണ് ഖത്തറിൻ്റെ തീരുമാനം. അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കാൻ ഏറ്റവും എളുപ്പം UAEയിൽ നിന്നാണ്. UAEയിൽ നിന്ന് ഇറാനിലേക്ക് മിസൈലുകൾ തൊടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയും. പക്ഷേ UAE തങ്ങളുടെ മണ്ണോ തങ്ങളുടെ ആകാശപാതയോ വിട്ടുകൊടുക്കില്ല അമേരിക്കയ്ക്ക്. ഇവരെല്ലാം ഇറാന്റെ പിന്നിൽ അണിനിരക്കുന്നത് ലോകത്തെ വിസ്മയിപ്പിക്കുന്നു. സാധാരണ അറബ് രാഷ്ട്രങ്ങൾ അവരുടെ മാത്രം കാര്യം നോക്കി നിൽക്കുന്ന രാഷ്ട്രങ്ങളാണ്. പക്ഷേ സന്നിഗ്ധമായ ഒരവസരത്തിൽ എല്ലാവരും ഇറാനൊപ്പം നിൽക്കുന്നു. അതിന് കാരണവും ഉണ്ട്. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഗൾഫ് നാടുകളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിച്ച് ഇറാൻ തിരിച്ചടിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഏത് രാജ്യങ്ങളുടെ വ്യോമപാതയാണോ, ഏത് രാജ്യങ്ങളുടെ മണ്ണാണോ ഇറാനെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്നത്, ആ രാജ്യങ്ങൾ തങ്ങളുടെ മിസൈൽ പരിധിക്കുള്ളിലായിരിക്കും എന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ ചരിത്രം വെച്ച് ആ മുന്നറിയിപ്പിനെ അവഗണിക്കാൻ ഖത്തറിനും സൗദിക്കും UAEക്കും കഴിയില്ല. മാത്രമല്ല, അവരുടെ രാജ്യത്തെ സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ പൗരന്മാർക്കും പരിക്ക് പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെയും അരാജകത്വം നടമാടും. മറ്റൊന്ന് ഇറാന്റെ തന്ത്രപ്രധാനമായ നീക്കമാണ്. ഹോർമസ് കടലിടുക്കിൽ ഇറാന്റെ പടക്കപ്പൽ ഇപ്പോൾ തന്നെ ഉണ്ട്. മൈനുകൾ ഉപയോഗിച്ച് ഹോർമസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ വ്യാപാരം താറുമാറായി മാറും. ഗൾഫ് രാജ്യങ്ങളുടെ പ്രതികരണം ട്രംപിനെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. എബ്രഹാം ലിങ്കൻ ഇറാൻ തീരത്ത് അടുത്തെങ്കിലും ആക്രമണം നടത്താത്തതിന് കാരണം അറബ് രാഷ്ട്രങ്ങളുടെ കർശനമായ നിലപാടാണ്. UAE കർശനമായ നിലപാടെടുത്തത് ട്രംപിനെ അസ്വസ്ഥമാക്കുന്നു. UAEയുടെ നിലപാട് ശക്തമാണ്. അവർ പറഞ്ഞു കഴിഞ്ഞു, അവർ ശക്തമായി അപലപിച്ചു കഴിഞ്ഞു അമേരിക്കയെ. മാത്രമല്ല, ആ രാജ്യത്ത് UAEയിൽ നിന്നാണ് ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് എളുപ്പം. പക്ഷേ UAE തങ്ങളുടെ വ്യോമപാത വിട്ടുകൊടുക്കില്ല, തങ്ങളുടെ മണ്ണ് വിട്ടുകൊടുക്കില്ല. അതവർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതോടെ ട്രംപ് കുഴങ്ങുകയാണ്. ഇനി ഇറാനെ ആക്രമിക്കണമെങ്കിൽ കടൽ മാർഗം
എബ്രഹാം ലിങ്കൻ എന്ന പടക്കപ്പലിൽ നിന്നും മറ്റ് പടക്കപ്പലിൽ നിന്നും ആക്രമിക്കേണ്ട ഒരവസ്ഥ അമേരിക്കയ്ക്ക് വരും. ഈ പടക്കപ്പലുകൾ ഇറാന്റെ മുങ്ങിക്കപ്പലുകൾ ഈ പടക്കപ്പലുകളെ തകർക്കാൻ ഇറാന്റെ മുങ്ങിക്കപ്പലുകൾ രംഗത്തുണ്ട്. അത് വലിയ ഒരു റിസ്ക്കും കൂടിയാണ്. ഖൊമേനി ഇന്നലെ പൊതുയോഗത്തിൽ പങ്കെടുത്തതും അമേരിക്കയെ അസ്വസ്ഥമാക്കി. പൊതുയോഗത്തിൽ പങ്കെടുത്ത് ഖൊമൈനി ജനങ്ങളെ അഭിസംബോധന ചെയ്തു. അമേരിക്ക എന്ന ശത്രുരാജ്യത്തെ ഇറാൻ ശക്തമായി തന്നെ എതിർക്കുമെന്നും അതിന് ഇറാന്റെ സൈന്യത്തിന് കഴിവുണ്ടെന്നും ഖൊമൈനി പ്രഖ്യാപിച്ചു. ഖൊമൈനി ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണെന്നാണ് അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ഗൾഫ് രാജ്യങ്ങൾ ശക്തമായ തീരുമാനം എടുത്തിരിക്കുന്നു. ഖത്തറും സൗദിയും UAEയും ഇറാനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിന് പിന്നിൽ അവരുടെ ഉള്ളിലെ ഭയമാണ്. കാരണം അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ ഇവരുടെ രാജ്യത്തുള്ള സൈനിക താവളം വഴി, ഈ രാജ്യങ്ങളിലുള്ള സൈനിക താവളം വഴി അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഈ രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കും. അതുകൊണ്ട് തന്നെ മൂവരും, ഖത്തറും സൗദിയും UAEയും തങ്ങളുടെ മണ്ണോ വ്യോമപാതയോ വിട്ടുകൊടുക്കില്ലെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്.